ഇന്ന് രാവിലെ ഇന്നലെ പറഞ്ഞതായിരിക്കാം നമ്മുടെ കെ സി വേണുഗോപാലിൻ്റെ ഒരു പ്രസ്ഥാനം. അത് AICCയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹിയാണ്, MP ആണ്. മുഖ്യമന്ത്രിയാകാൻ ഉൾപ്പടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടാൽ കേന്ദ്രത്തിൽ ഇനി മന്ത്രിയൊന്നും ആവാനൊരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് കേരള മുഖ്യമന്ത്രിയായ കൊള്ളാം, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ രമേശ് ചെന്നിത്തലയും ഇവിടെ ഉണ്ട്, VD സതീശനും ഉണ്ട്. അതെല്ലാവരും മനസ്സിലാക്കണം. കോൺഗ്രസ്സുകാർ നിങ്ങൾ ഈ തല്ലിയാണ് എല്ലാ കാലവും ഇന്ത്യയിൽ കോൺഗ്രസിന് ഇല്ലാതാക്കിയത്. വെളിയിൽ നിന്നല്ല, ഒരു പ്രസ്ഥാനം ഇല്ലാതാകുന്നത് പുറത്തുനിന്ന് ആരും ഒന്നും ചെയ്തിട്ടല്ലെന്നേ. നിങ്ങളകത്ത് തല്ലിയാണ് ഇങ്ങനെ ആയത്. അത് പോട്ടെ, അത് വേറെ വിഷയമാണ്. എന്തായാലും താങ്കളുടെ ഒരു പ്രസ്താവന, KC വേണുഗോപാലിൻ്റെ ഒരു പ്രസ്താവന വലിയ വിവാദമായി കൊണ്ടിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിലെങ്കിലും വിവാദമായിട്ടുണ്ട്. ഇവിടെ ആൺകുട്ടികളുടെ സർക്കാർ വരും, UDF സർക്കാർ വരും, KC വേണുഗോപാൽ അതൊരു വിവാദമായി വരുന്നുകൊണ്ടിരിക്കുന്നു. ആൺകുട്ടികളുടെ സർക്കാർ വരും എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് പെൺകുട്ടികളില്ലയോ, വനിതകളില്ലയോ, നിസ്വരായ ആളുകളിലെയോ, ദളിതന്മാരില്ലെയോ, ആദിവാസികളില്ലെയോ, പട്ടികജാതി പട്ടികവർഗ്ഗക്കാരില്ലെയോ, ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരില്ലയോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് താങ്കളുടെ പ്രസ്താവന ജെൻഡർ വൈവിധ്യങ്ങൾ കൊണ്ടൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ മനുഷ്യനും പ്രകൃതിക്കും സത്യസന്ധതയും ഒക്കെ ഇടമുള്ള ഒരു നല്ല ഭരണം വരുമോ, പൊളിറ്റിക്കൽ ശരികളും നിലപാടുകളും ഉള്ളിൽ തന്നെ ഉണ്ടാകണം. അങ്ങനെ ഒരു നിലപാടുള്ള UDFൻ്റെ ഭരണം വരുമോ എന്നതാണ് ഇന്ന് അതിനകത്ത് നടക്കുന്നൊരു ചർച്ച. ഞാനിപ്പോൾ വളരെ വ്യക്തമായൊരു കാര്യം പറയും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ആസേത് ഹിമാചലം, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇപ്പോഴും ഗ്രാമങ്ങളിലുമൊക്കെ എല്ലായിടത്തും ഉള്ള ഒരു പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. BJPക്ക് ഘടകങ്ങളുണ്ട്, പക്ഷേ BJPയേക്കാൾ കൂടുതൽ റീച്ചുള്ള പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ ഏതൊരു മണ്ഡലം കമ്മിറ്റി എടുത്താലും അല്ലെങ്കിൽ പ്രാദേശിക സമിതി എടുത്താലും മുഴൽ നിങ്ങൾ AICC വരെ എടുത്താലും നിങ്ങൾ ആവശ്യമില്ലാത്ത ഗ്രൂപ്പ് മാനേജർമാരും തമ്മിൽ തർക്കവും നിങ്ങൾ എന്നിട്ട് അത് അഭിമാനപൂർവ്വമാണെന്ന് പറയും. ഞങ്ങൾ ഗ്രൂപ്പുള്ളത് ജനാധിപത്യ പാർട്ടിയാകുമ്പോൾ ഗ്രൂപ്പ് ഉണ്ടാവും എന്നൊക്കെ പറയും. പക്ഷെ അതെല്ലാം പരിധികളും സീമകളും ഒക്കെ ലംഘിച്ച് പോവുകയും അപക്വമായ പ്രസ്താവനകൾ നടത്തുകയും പിന്നെ കൃത്യമായി നമുക്ക് കിട്ടുന്നൊരു സാഹചര്യം വന്നാൽ ഇപ്പോൾ VD സതീശൻ്റെ ഒരു പ്രസ്താവന. VD സതീശൻ വലിയ നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്, വലിയ നേതാവാണ്. പക്ഷേ പുള്ളി പറയുന്നത് എന്താണ്? 100 സീറ്റ് കിട്ടിയില്ല വനവാസത്തിന് പോകും. എത്ര ഇമ്മച്വറായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇമോഷണൽ കോൺഷ്യൻസിന് വല്ല സാധ്യതയുണ്ടോ? ഇൻ്റലിജൻസ് കോൺഷ്യൻസ്, അതായത് ബൗദ്ധിക രാഷ്ട്രീയത്തിനാണ് ഇവിടെ പ്രധാനം. അല്ലാതെ ഇമോഷണൽ രാഷ്ട്രീയം വല്ല ഇമോഷൻ വല്ലതും ഉണ്ട് ഇവിടെ അങ്ങനെ ഇമോഷണൽ രാഷ്ട്രീയം കരഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് എന്നിട്ട് കരഞ്ഞ ആരെങ്കിലും വോട്ട് ചെയ്യൂ, ഞാൻ വനവാസത്തിന് പോകും. എന്ത് വനവാസത്തിന് പോകാൻ? UDFന് കിട്ടിയ 99 സീറ്റായാൽ, അല്ലെങ്കിൽ 100 സീറ്റായില്ലെങ്കിൽ 99 ആയാൽ VD സതീശന് പറ്റൂലല്ലോ. 79 ആകുമ്പോൾ ഞാൻ അതല്ല ഇതാണ് ഉദ്ദേശിച്ചതെന്ന് പിന്നെ മാറ്റി പറയാൻ പറ്റുമോ? അപ്പോൾ UDF വന്നാലും 100 സീറ്റിൽ വരണമെന്ന് നിർബന്ധമല്ലോ ഉണ്ടോ? 100 സീറ്റിൽ നിങ്ങൾ വരിക, 40 സീറ്റേ അപ്പുറത്ത് BJPക്കും CPMനും എല്ലാം കൂടെ കിട്ടുകയുള്ളെന്ന് വല്ലതും പറയാൻ പറ്റുമോ? അത്രയ്ക്ക് ഭയങ്കരമായ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. ഇനി UDF വന്നെന്ന് വിചാരിക്കുക, 70 അല്ലെ 75 80 സീറ്റിനകത്ത് UDF വന്നാൽ താങ്കൾ വനവാസത്തിന് പോവുമോ? അപ്പോൾ വളരെ ഇമോഷണലായിട്ടുള്ള ഡയലോഗുകൾ പറയുക, അപക്വമായ മറുപടികൾ പറയുക, അപക്വമായ പരാമർശങ്ങൾ നടത്തുക. താങ്കൾ ഇങ്ങനെ പിന്നെ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞൊരു അപക്വമായ പ്രസ്താവന നിൽക്കുമ്പോഴാണ് അടുത്ത അപക്വമായ ഒരു പ്രസ്താവനയുമായിട്ട് KC വേണുഗോപാൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഭരിക്കും, UDF തിരിച്ചു വരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ഭംഗിക്കേട് അതിനകത്തുണ്ട് കേരളത്തിൽ ഈ സംഭാഷണം കേൾക്കുക. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് ജെൻഡർ ന്യൂട്രാലിറ്റിയും ജെൻഡർ ഇഷ്യൂവും ഒക്കെ ചർച്ച ചെയ്യുന്നൊരു സമൂഹമാണ് ഇവിടെ. ജെൻഡർ ഈക്വാലിറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നൊരു സമൂഹമാണ്. ആ സമൂഹത്തിൽ വന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ പ്രശ്നമുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ പക്വതയോടുകൂടി സംസാരിക്കുന്ന നേതാവാണ്. മാത്രമല്ല കഴിഞ്ഞ 5 വർഷക്കാലം രമേശ് ചെന്നിത്തല പിണറായിയുടെ കാലത്ത് 5 വർഷക്കാലം രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. എത്ര വിഷയങ്ങളാണ് പുള്ളിക്കാരൻ ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ അത്രമാത്രം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനോ പൊതുജനങ്ങളുടെ ഇടയിൽ ഈ വിഷയങ്ങൾ വയ്ക്കുന്നതിന് ഇപ്പോൾ തന്നെ ദാരിദ്ര്യരേഖയുടെ ഈ വിഷയം, ഈ നമ്മുടെ അതിദരിദ്രരെ മുക്തമായ വിഷയം, ചില പ്രസ്താവനകൾ സതീശൻ നടത്തുന്നതല്ലാതെ VD സതീശൻ അതിനെ ഒരു പൊളിറ്റിക്കലായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അറിയുന്ന ചില കാര്യങ്ങൾ പറയാം, ഇതൊക്കെ പറയാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ KPCCയുടെ ഭാഗമായിട്ട് ചില സമിതികൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ JS അടൂർ, ജോൺ സാമുവൽ അടൂറിനെ വെച്ചുകൊണ്ട് JS അടൂറിനെ വെച്ചുകൊണ്ട് അദ്ദേഹം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് തിരുവനന്തപുരത്ത് സ്ഥാപനമൊക്കെ നടന്നു. അദ്ദേഹത്തിനെ വെച്ചുകൊണ്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ കുറേ സാഹിത്യ ശാസ്ത്ര ആളുകളെയൊക്കെ വെച്ച് കുറേ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്യുത് ശങ്കർ വെച്ചിട്ടുണ്ട്, ശാസ്ത്രവേദി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ പിന്നെ വിചാരവേദി, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അവർ തരുന്ന പ്രപ്പോസലുകൾ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് 2 പ്രപ്പോസലാണ് KPCCയിൽ പെൻഡിങ് കിടക്കുന്നത്. ഇത് നമ്മുടെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇത് മൈൻഡ് ചെയ്തില്ല. സണ്ണി ജോസഫ് ഇത് ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ KPCC പ്രസിഡന്റുമാരും KPCCയുടെ ഭാരവാഹികളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത്
അക്കാഡമിക്കായി പറയുന്ന കാര്യങ്ങൾ അക്കാഡമിക്കായിട്ട് അടിക്കാൻ പറ്റണം. പക്ഷേ അക്കാഡമിക്കായിട്ട് അടിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ഡേറ്റ കളക്ട് ചെയ്യാനോ അതിനുള്ള കാര്യങ്ങൾ പറയാനോ ഉള്ളൊരു സംവിധാനം നിങ്ങളെ കൂടെ ഇല്ല. അതേസമയം ആയിരക്കണക്കിന് സാഹിത്യകാരന്മാർ, ശാസ്ത്രകാരന്മാർ, സാങ്കേതിക വിദഗ്ധരൊക്കെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാനും കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ട്. അവർ കോൺഗ്രസ്സാണ്, പക്ഷേ പരസ്യമായ ഒരു കോൺഗ്രസ്സാണ്. എത്രയോ ആളുകളുണ്ട്. അതേപോലെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ സഹായിക്കാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ KPCCക്ക്? പഞ്ചായത്ത് രാജ് സംവിധാനത്തെ സഹായിക്കാനില്ല. ഇതുപോലത്തെ വിഷയങ്ങൾ വന്ന് ദളിതന്മാരുടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദളിത് കോൺക്ലേവ്, അത് രമേശ് ചെന്നിത്തലയുടെ ഒരു പേഴ്സണൽ ഇനിഷ്യേറ്റീവിൽ ഒരു പരിപാടി നടന്നു എന്നുള്ളതല്ലാതെ സച്ച് KPCCക്ക് ഈ പരിപാടികളൊന്നുമില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധി തന്നെയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രസിഡൻ്റായിരുന്നപ്പോൾ തിരുവനന്തപുരം ചന്ദ്രശേഖരനാർ സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു പഠന കോൺഗ്രസ് ഒക്കെ നടത്തിയിരുന്നു. അത് അവിടെ അങ്ങ് കഴിഞ്ഞു. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ഥാപനം പിന്നെ എവിടെ തുടങ്ങിയിട്ടുണ്ട്? നമ്മുടെ നെയ്യാർ ഡാമിൽ തുടങ്ങിയിട്ടുണ്ട്. എന്ത് പഠനമാണ് നടത്തുന്നത് അവിടെ? അവിടെ വച്ചിരിക്കുന്നത് പൊളിറ്റിക്കൽ ലീഡർമാരാണ്. എനിക്കറിയില്ല, പൊളിറ്റിക്കൽ ലീഡർമാരെയാണ് അവിടെ വച്ചിരുന്നത്. അങ്ങനെ പൊളിറ്റിക്കൽ ലീഡർമാരെ വെച്ചുകൊണ്ട് എന്ത് പഠനമാണ് അവിടെ നടത്തുന്നത്? എന്ത് സെമിനാറാണ് നടക്കുന്നത്? എന്ത് ക്ലാസ്സാണ് നടക്കുന്നത്? എന്ത് റിപ്പോർട്ടാണ് ഈ UDFനും കോൺഗ്രസിനും സപ്പോർട്ടീവായിട്ട് അവിടെ നിന്ന് വരുന്നത്? എനിക്കറിയില്ല. വരുന്നുണ്ടെങ്കിൽ പൊതു പ്ലാറ്റ്ഫോമിലില്ല, പൊതുമണ്ഡലത്തിലില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കൊടുക്കുന്നുണ്ടായിരിക്കും, രഹസ്യമായ റിപ്പോർട്ടുകളൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും KPCC. പക്ഷേ എന്തായാലും പൊതുമണ്ഡലത്തിൽ അതൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് UDF ഗവൺമെൻറ്റിൻ്റെ LDF ഗവൺമെൻറ്റിനെ അക്കാഡമിക്കലായി അറ്റാക്ക് ചെയ്യുന്നതിനോ അത് ഡിഫെൻഡ് ചെയ്യുന്നതിനോ കോൺഗ്രസ്സിന് കഴിയാറില്ല. അവരിപ്പോഴും തർക്കവും വഴക്കും ബഹളമായിട്ട് നടക്കുകയാണ്. പിന്നെ നമ്മുടെ വികസിത കേരളം എന്നുള്ള നിലയിൽ BJP കുറേ വിഷൻ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വിഷൻ 2030 എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഗവൺമെൻറ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും KPCC ഇതിനകത്ത് ഇനിയിപ്പോൾ ജനുവരിയിൽ എന്തോ ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. ജനുവരിയിൽ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ പിന്നെ ഒരുപാട് കാതം മറ്റുള്ളവർ മുന്നിലാകും. കാരണം ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു ക്ഷീണമൊക്കെ വന്നാൽ പിന്നെ ജനുവരിയിലൊക്കെ അത് ചെയ്യുമോ? ഇപ്പോഴൊക്കെ ആയിരുന്നു ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അതിനിപ്പോൾ സമയമില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്നറിയില്ല. അതിനിടയിലാണ് ഈ ഗ്രൂപ്പ് മാനേജർമാരുടെ ഇത്തരത്തിലുള്ള അപക്വമായ പ്രസ്താവനകളും. എന്തെങ്കിലും തരത്തിൽ ജനങ്ങൾ UDFന് 4 പേർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വോട്ട് ചെയ്യരുത്, ഞങ്ങൾ അടിച്ച് പൊളിച്ചിരിക്കും, ഞങ്ങൾ തന്നെ തല്ലി തീർത്ത് തരാം എന്ന് പറയുന്നൊരു മെസ്സേജ് ഉണ്ടല്ലോ, അത് UDFിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് സങ്കടകരമാണ്. ഞാൻ ഒരു കാര്യം കൂടി വളരെ വ്യക്തമായിട്ട് പറയാം. വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആളുകൾ മുസ്ലിം വിരോധം പറഞ്ഞിട്ടാണെങ്കിലും അപ്പുറത്ത് നിന്ന് നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് LDFന്. അതുപോലെ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അനുസരിച്ച് മന്നം ജയന്തിയൊക്കെ പിന്നെ അവധി പ്രഖ്യാപിച്ചതൊക്കെ വലിയ സംഭവമാണ് എന്നുള്ള നിലയിൽ സുകുമാരൻ നായർ അതിനകത്ത് കൊണ്ട് തലവെച്ചിട്ടുണ്ട്. നമ്മളെ NSSൻ്റെ നായർ സർവീസിൽ സുകുമാരൻ നായർ കൊണ്ട് പിണറായി വിജയന് തലവെച്ചിട്ടുണ്ട്, അയ്യപ്പ സംഗമം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും പെൻഷനുമൊക്കെ കൊടുത്തുകൊണ്ട് വേറൊരു ഹൈപ്പിലേക്ക് ഗവൺമെൻറ്റും പോകുന്നുണ്ട്. അതുകൊണ്ട് ആൻറ്റി ഇൻകംബൻസ് കൊണ്ട് നമുക്ക് നേടാം എന്നുള്ള നിലയിലേക്ക് നമുക്കെന്ന് പറഞ്ഞാൽ ഞാനല്ല, നിങ്ങൾ ചിന്തിക്കരുത്. അത് ചിലപ്പോൾ പ്രയോഗത്തിൽ പരാജയപ്പെട്ടു പോകും. വലിയ ആൻറ്റി ഇൻകംബൻസ് വരാൻ സാധ്യതയില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വലിയ അഴിമതി മറ്റു കാര്യങ്ങളോ നിങ്ങൾ ഇതുവരെ പുറത്തു കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഉണ്ടെങ്കിലും അത് പുറത്തു കൊണ്ടുവന്നിട്ടില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വിചാരിക്കുന്ന വേഗത്തിൽ ആളുകൾ KPCCക്കും UDFന് വോട്ട് ചെയ്ത് കളയും എന്ന് വിചാരിച്ചു കളയരുത്. ഹിന്ദു മെജോറിറ്റി നിങ്ങളെ കൂടെ ഉണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുപോലെ കേരള കോൺഗ്രസിൻ്റെ ക്രിസ്ത്യൻ മെജോറിറ്റി നിങ്ങളെ കൂടെ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. മുസ്ലിം ലീഗിനെ മാത്രം വച്ചുകൊണ്ട് വോട്ട് പിടിച്ച് കളയാമെന്ന് വിചാരിക്കരുത്. എന്തിനാണ് VD സതീശൻ സുകുമാരൻ നായരെ പിണക്കുന്നു, വെള്ളാപ്പള്ളിയെ പിണക്കുന്നു? അങ്ങനെ ഒരു വല്ലാത്തൊരു വേറൊരു തരത്തിലേക്ക് അത് തത്വാധിഷ്ഠിത നിലപാടെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് തത്വം? രാഷ്ട്രീയത്തിൽ എന്ത് തത്വം? ഒരു തത്വവും ഇല്ല. രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പാർലമെൻ്ററി ജനാധിപത്യത്തിൽ അടവുകളും തന്ത്രങ്ങളും പ്രയോഗിക്കുക, അധികാര രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റതൊക്കെ പറയാൻ കൊള്ളാം, നമുക്ക് വ്യക്തിപരമായിട്ട് കേൾക്കാനും പറയാനും കൈയടിക്കാനും കൊള്ളാം. പക്ഷേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അനുയായികൾ അവർ 10 വർഷമായി ഭരണമില്ലാതെ പുറത്തു നിൽക്കുകയാണ്. അവരുടെ വിയർപ്പിൻ്റെയും രക്തത്തിൻ്റെയും ഉപ്പിൻ്റെയും ഒക്കെ പണമാണ്, അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെയും സമയത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെയും റിസൾട്ടാണ് ഒരു ഗവൺമെൻറ് വരുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കും നമ്മുടെ ഗവൺമെൻറ് വരണമെന്ന്. അത് കാണാതെ മുകളിൽ നിൽക്കുന്ന ചേട്ടന്മാർ കതർ ഉടുപ്പൊക്കെ അടിച്ച് രാവിലെ അടിച്ചിട്ട് വെള്ള ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്ന് തമ്മിലടിക്കുകയും അപക്വമായ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് കോൺഗ്രസിനെന്നല്ല, ഈ സമൂഹത്തിനോ രാജ്യത്തിനോ സംസ്ഥാനത്തിനോ യാതൊരു ഗുണവും ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഈ അപക്വമായ പ്രസ്താവനകൾ നടത്താതിരിക്കുക. ഗ്രൂപ്പ് യുദ്ധമൊക്കെ മതിയാക്കി വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രി ക്യാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കില്ല എന്നാണ്. അത് തന്നെ വലിയൊരു അബദ്ധമാണ്. നിങ്ങൾ മുഖ്യമന്ത്രി ക്യാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കണം. അതിന് മുഖ്യമന്ത്രി ക്യാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനെ എല്ലാ വശവും നോക്കിയിട്ടുള്ളൊരു മുഖ്യമന്ത്രി ആയിരിക്കണം പ്രഖ്യാപിക്കേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെയായാൽ വലിയ ഹൈപ്പ് UDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും.